സുനിൽ, ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു വാഹനം ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ അമിത വേഗതയിലൊക്കെ പോവുക എന്ന് പറയുന്നത് വലിയൊരു കൃത്യവിലോപം തന്നെയാണ്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആ റോഡിൻ്റെയൊക്കെ ഒരു കിടപ്പ് കാണുമ്പോൾ ഒരുപാട് വളവൊക്കെ ഉള്ളൊരു പ്രദേശമാണ് എന്നാണ് നിലവിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ളൊരു പ്രദേശമാണോ ഇത്? അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ്, രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്നത് എന്താണ്? ഈ ബസിന്റെ അമിത വേഗത അത്തരത്തിൽ ഉണ്ടായിരുന്നു എന്നാണോ അവരും പറയുന്നത്? കുറുമാത്തൂർ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറുമാത്തൂർ കൂനത്തെ ചിന്മയ വിദ്യാലയത്തിന്റെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഥിരമായി ഇതുവഴി കുട്ടികളെയും കൊണ്ട് പോകുന്ന ഡ്രൈവർ തന്നെ ആയിരുന്നു ബസ് ഓടിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ മാത്രമേ കുറെ കൂടി കൃത്യത അക്കാര്യത്തിൽ വരുത്താൻ കഴിയൂ. പക്ഷെ എന്തായാലും സ്ഥിരമായി കുട്ടികളെയും കൊണ്ട് അതുവഴി പോയിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ പാലത്തിന് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ചെറിയ ഇടവഴിയാണ്, ടാറിംഗ് റോഡ് തന്നെയാണ്, പക്ഷെ ചെറിയ ഇടവഴിയാണ്, ഒരു കയറ്റം കൂടി കൂടിയ ഭാഗമാണ് കിരാത്ത് അംഗൻവാടിയിലേക്ക് പോകുന്ന വഴി. ആ റോഡിലേക്ക് ഈ സ്കൂൾ ബസ് അമിത വേഗതയിൽ കയറി. അതേ തുടർന്നാണ് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയുകയായിരുന്നു. എന്തായാലും ബസിന്റെ അമിത വേഗത തന്നെയാണ് അപകട കാരണമായിട്ടുള്ളതെന്ന് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ, ചില ആളുകൾ അടക്കമുള്ള ആളുകളുമായി നമ്മൾ ഫോണിൽ ആദ്യം തന്നെ ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് എന്തായാലും വലിയ അമിത വേഗതയിലായിരുന്നു ഈ ബസ് വന്നത്, അതാണ് അപകട കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു, 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കുണ്ട്. മറ്റ് കുട്ടികളുടെ പരിക്ക് അത്രമേൽ ഗുരുതരമല്ല. എന്തായാലും ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് പോലീസും അതുപോലെ തന്നെ ഒക്കെ മറ്റുള്ള അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട്, സ്കൂൾ അധികൃതരൊക്കെ അവിടേക്ക് എത്തിയിട്ടുമുണ്ട്. സ്നേഹം, കണ്ണൂർ വളക്കയിലാണ് സ്കൂൾ ബസ് മറിഞ്ഞ് വലിയ അപകടം ഉണ്ടായത്. ഒരു കുട്ടിക്ക് 11 വയസ്സുകാരിയായ നേത്യയ്ക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി വിദ്യാർത്ഥികൾക്ക്, 15 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 2 പേരുടെ പരിക്ക് അത്യാവശ്യം ഗുരുതരമാണ്. അവരെ 2 പേരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക്, കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ് മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അപകടത്തിന്റെ ഭയാനകമായ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ വളവിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് തലകീഴായി മറിഞ്ഞ് തൊട്ടടുത്തുള്ള റോഡിലേക്ക് വീഴുകയായിരുന്നു. അത്തരത്തിലാണ് അപകടം നടന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ അവിടെയുള്ള ആളുകൾ, തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളൊക്കെ എത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ മുൻകൈയെടുത്തത്. നേത്തിയെ ബസ്സിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ മരിച്ച കുട്ടി ഉണ്ടായിരുന്നത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് ജീവൻ നഷ്ടമായി. നേത്തിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് സുനിൽ പറയുന്നത് കണ്ണൂരിൽ നിന്ന്. മറ്റുള്ള കുട്ടികൾ 15 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ള കുട്ടികൾ ആശാവഹമായി ആശുപത്രിയിൽ തുടരുകയാണ്. ഈ 15 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് തുടരുന്നുണ്ട്. സുനിൽ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഡ്രൈവറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ ബസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, അതോ എല്ലാ കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാമോ? അതായത് സുനിൽ, ഈ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് ഈ സ്ഥിരം ഇതേ റൂട്ടിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണോ, അല്ലെങ്കിൽ ഈ വഴി പരിചയമില്ലാത്ത ഡ്രൈവറാണോ? അത്തരത്തിലുള്ള സമഗ്രമായ വിവരങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ വരും മണിക്കൂറിലായിരിക്കും പുറത്തു വരിക. ഇനിയിപ്പോൾ ഈ ബസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ആ നാട്ടുകാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഈ ഡ്രൈവറെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് പൂർണ്ണമായും ലഭ്യമല്ല. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, സ്ഥിരമായി ഇതുവഴി വരുന്ന ഡ്രൈവറാണോ അതോ പുതിയതായി വന്ന ഡ്രൈവറാണോ എന്ന് കൃത്യമായി നമുക്ക് വ്യക്തതയില്ല. കാരണം സ്ഥിരമായി ഈ റോഡിലൂടെ കുട്ടികളെ ഈ സ്കൂൾ ബസ് സ്ഥിരമായി അതുവഴി പോകുന്ന സ്കൂൾ ബസ്സാണ്. കുറുമാത്തൂരിനടുത്ത് കൂനത്താണ് ഈ ചിന്മയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ആ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഥിരമായി കുട്ടികളെ കൊണ്ടുവരികയും കൊണ്ടുവന്നിറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ബസ്സാണ്. പക്ഷെ ഡ്രൈവർ ആരാണ്, അത് പുതിയ ആളാണോ, അത് എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത നമുക്ക് വരുത്തേണ്ടതുണ്ട്. അത് സ്കൂൾ അധികൃതരടക്കമുള്ള ആളുകളോട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് നാട്ടുകാർക്കും അക്കാര്യത്തിൽ കൃത്യമായ ധാരണ അത് സംബന്ധിച്ചില്ല. എന്തായാലും ഡ്രൈവർക്കും പരിക്കുണ്ടായിരുന്നു. ഡ്രൈവറുടെ പരിക്ക് അത്രമേൽ ഗുരുതരമായ പരിക്കല്ലായിരുന്നു എന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്.